കഴിഞ്ഞ 2 ദിവസമായി ഇവിടെ ചിലരൊക്കെ ഒരേ തുള്ളലും ബഹളവുമായിരുന്നു. ഇന്ത്യ ഗതികെട്ട് നമ്മളെ റിസർവ് ബാങ്കിന്റെ സ്വർണം വിൽക്കുകയാണെന്ന് അമേരിക്കൻ ന്യൂസ് ഏജൻസി ആയിട്ടുള്ള ബ്ലൂംബർഗ് ഒരു കള്ള വാർത്ത അടിച്ചിറക്കി. പക്ഷേ 24 മണിക്കൂറിനുള്ളിൽ ആ പത്രമുതലാളിക്ക് മാപ്പ് പറഞ്ഞ് പോസ്റ്റ് മുക്കേണ്ടി വന്നു. പിന്നല്ല നമ്മളോടാണ് ഇവന്മാരുടെ കളി. പക്ഷേ കേരളത്തിലെ മാപ്പുകൾക്ക് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് നോക്കാം. ജൂൺ 2-ന് ബ്ലൂംബർഗ് ഒരു റിപ്പോർട്ട് കൊടുത്തു. ഇന്ത്യ $12 ബില്യൺ, അതായത് ഏകദേശം 1 ലക്ഷം കോടി രൂപയുടെ സ്വർണം വിറ്റെന്ന്. ഇത് കേട്ട മതി കേൾക്കാത്ത മതി നമ്മുടെ നാട്ടിലെ പലരും അതങ്ങ് ഏറ്റുപിടിച്ചു. എന്നാൽ നമ്മുടെ സ്വന്തം റിസർവ് ബാങ്ക് കൃത്യമായിട്ടുള്ള കണക്കുകളുമായി അപ്പോൾ തന്നെ ഇറങ്ങി. RBI ഒറ്റയടിക്ക് പറഞ്ഞു ഇതൊക്കെ ശുദ്ധ അസംബന്ധമാണ്. നമ്മുടെ സ്വർണ്ണശേഖരം 880.52 ടണ്ണായി തന്നെ സുരക്ഷിതമായി ഇരിപ്പുണ്ട്. അത് മാത്രമല്ല ഏപ്രിൽ മാസത്തിൽ സ്വർണ്ണശേഖരം കുറയുകയല്ല, നേരിയ തോതിൽ കൂടുകയാണ് ചെയ്തത്. ഇത് കണ്ടതോടെ ബ്ലൂംബർഗിന്റെ സൗത്ത് ഏഷ്യ എഡിറ്റർ ജീനറ്റ് റോഡ്രിഗസിന് ട്വിറ്ററിൽ വന്ന് പരസ്യമായി മാപ്പ് പറയേണ്ടി വന്നു. തങ്ങളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിയതാണെന്ന് അവർ നാണക്കേടോടെ സമ്മതിച്ചു. അക്ഷരാർത്ഥത്തിൽ കണ്ടം വഴി ഓടി എന്ന് തന്നെ പറയാം. എന്തിനാണ് അവർ ഈ കള്ളക്കഥ ഇറക്കിയത്? ഇറാൻ യുദ്ധം കാരണം ക്രൂഡ് ഓയിൽ വില കൂടി, രൂപയുടെ മൂല്യം ഇടിയുന്നു, അതുകൊണ്ട് ഇന്ത്യ ഗതികെട്ട് സ്വർണം വിൽക്കുന്നു എന്നൊരു പുകമറ സൃഷ്ടിക്കാനാണ് അവർ ശ്രമിച്ചത്. അതായത് ഇന്ത്യ സാമ്പത്തികമായി തകരുന്നു എന്ന് വരുത്തിയിരിക്കുക. പാശ്ചാത്യ മാധ്യമങ്ങൾക്ക് ഇന്ത്യയുടെ ഈ വളർച്ച കണ്ടിട്ട് ഒട്ടും സഹിക്കുന്നില്ല. ഏകദേശം $700 ബില്യൺ വിദേശ നാണ്യ ശേഖരമുള്ള രാജ്യമാണ് നമ്മുടേത്. അങ്ങനെയുള്ള നമുക്കാണോ സ്വർണം വിറ്റ് കാശാക്കേണ്ട ഗതികേട്? അവർക്കറിയാം ഈ നാട്ടിൽ അമേരിക്കക്കാരൻ പറയുന്നത് ഉള്ളതാണോ കള്ളമാണോ എന്നൊന്നും നോക്കാതെ അതേപടി ഏറ്റുപിടിക്കുന്ന കുറേ പ്രതിപക്ഷ വാഴകളുണ്ടെന്ന്. അവർക്ക് വേണ്ടിയിരുന്നതും അത് തന്നെയാണ്. പക്ഷേ ആ ചീട്ട് RBI 4 കീറി കയ്യിൽ വെച്ച് കൊടുത്തു. ഇനി നമുക്ക് നമ്മുടെ കൊച്ചു കേരളത്തിലെ മാപ്രക്കുട്ടന്മാരിലേക്ക് വരാം. ബ്ലൂംബർഗ് ഈ കള്ള വാർത്ത കൊടുത്തപ്പോൾ ഇവിടെ ചിലർക്കൊക്കെ വല്ലാത്ത സന്തോഷമായിരുന്നു. ദാ കണ്ടോ, മോദി സ്വർണം വിൽക്കുന്നു, രാജ്യം മുടിയുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ എണ്ണം ചാടി വീണിട്ടുണ്ടായിരുന്നു. പക്ഷേ ബ്ലൂംബർഗ് തെറ്റ് സംബന്ധിച്ച് മാപ്പ് പറഞ്ഞിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞു. എന്നിട്ടും നമ്മുടെ കേരളത്തിലെ പല മുഖ്യധാരാ മാധ്യമങ്ങളും ഈ തിരുത്ത് കൊടുത്തിട്ടില്ല. അവർ ആ പഴയ കള്ളവാർത്തയും കെട്ടിപ്പിടിച്ച് ഒരേ ഇരിപ്പാണ്. എങ്ങനെയെങ്കിലും കേന്ദ്ര സർക്കാരിനെ ഒന്ന് കരിവാരിത്തേക്കണം. അതിന് വിദേശികൾ ഇടുന്ന ഏത് വ്യാജവാർത്തയും ഇവർ വിഴുങ്ങും. വല്ലാത്തൊരു അടിമ ജീവിതം തന്നെ. ഇന്ത്യ ഇന്ന് പഴയ ഇന്ത്യ അല്ല. നമുക്ക് ശക്തമായിട്ടുള്ള സ്ഥാപനങ്ങളുണ്ട്. RBI പോലെ ഒരു സ്ഥാപനം ഉള്ളത് കൊണ്ടാണ് ഈ പ്രൊപ്പഗണ്ടകൾ അപ്പോൾ തന്നെ പൊളിച്ചെടുക്കാൻ നമുക്ക് കഴിയുന്നത്. അമേരിക്കൻ പത്രമായാലും ബ്രിട്ടീഷ് പത്രമായാലും കള്ളം പറഞ്ഞാൽ ഇന്ത്യ മുഖത്തടിക്കുന്ന പോലെ തന്നെ കണക്കുകൾ നിരത്തി മറുപടി കൊടുക്കും. ഇവിടെ ആഗ്രഹിക്കുന്ന പോലെ ഒന്നും നടക്കാതെ വരുമ്പോഴുള്ള ചിലരുടെ ഒരു നിരാശയുണ്ടല്ലോ, അത് നമുക്ക് കണ്ടാസ്വദിക്കാം. അല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ല. ന്യൂസ് ഡെസ്ക്.